നമസ്കാരം. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി രാജ്യത്ത് നടക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടായി എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. US ആസ്ഥാനമായുള്ള സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ഹേറ്റിന്റെ ഒരു പ്രോജക്റ്റായ ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട് പ്രകാരം 1318 വിദ്വേഷ പ്രസംഗങ്ങളാണ് 2025 രാജ്യത്ത് നടന്നിട്ടുള്ളത്. പ്രസംഗങ്ങളിൽ ഭൂരിഭാഗവും, അതായത് 88% നടന്നിട്ടുള്ളത് BJP ഭരിക്കുന്നതോ സഖ്യഭരണം നടത്തുന്നതോ ആയ സംസ്ഥാനങ്ങളിലാണ്. പ്രതിദിനം 4 വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുന്നു എന്നതാണ് ഈ കണക്ക് പറയുന്നത്. രാഷ്ട്രീയ റാലികൾ, പ്രതിഷേധ പ്രകടനങ്ങൾ, മതഘോഷയാത്രകൾ എന്നിവയിലാണ് വിദ്വേഷ പ്രസംഗത്തിലുള്ള പ്രധാന വേദിയാകുന്നത്. വിദ്വേഷ പ്രസംഗങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. അദ്ദേഹം നടത്തുന്നത് 71 പ്രസംഗങ്ങളാണ്. 2ാം സ്ഥാനത്ത് പ്രവീൺ തൊഗാഡിയ 46 എണ്ണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 6ാമതും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 9ാം സ്ഥാനത്തുമായി വരുന്നു. ഏറ്റവും അധികം വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നിട്ടുള്ളത്. തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര 193 എണ്ണം, മധ്യപ്രദേശ് 172, ഉത്തരാഖണ്ഡ് 155, ഡൽഹി 76 എന്നതാണ് പോയ വർഷത്തെ വിദ്വേഷ പ്രസംഗങ്ങളുടെ കണക്ക്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കർണാടകയിൽ 40, ഹിമാചൽ പ്രദേശ് 29, തെലങ്കാന 16 എന്നതാണ് വിദ്വേഷ പ്രസംഗങ്ങളുടെ കണക്ക്. വിദ്വേഷ പ്രസംഗങ്ങളിൽ 1289 എണ്ണം മുസ്ലിങ്ങൾക്കും 162 എണ്ണം ക്രിസ്ത്യാനികൾക്കുമെതിരെയാണ് നടന്നിട്ടുള്ളത്. പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ ആശങ്കപ്പെടുന്നത് തന്നെയാണ്. 2023 668 മൊത്തം വിദ്വേഷ പ്രസംഗങ്ങൾ. 2024 ആയപ്പോഴേക്കും ഇതിൽ 97% വർധനയാണ് ഉണ്ടായത്. 2025 പിന്നെയും 13% വർദ്ധിച്ച് മൊത്തം 1318 വിദ്വേഷ പ്രസംഗ കണക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. 2024 ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ നടന്ന 133 വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നെങ്കിൽ 2025 ആയപ്പോഴേക്കും അത് 162 ഉയർത്തപ്പെടുകയും ചെയ്തു. ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം വിദ്വേഷ പ്രസംഗങ്ങൾ വന്നിരിക്കുന്ന BHPയുടെയും അതിന്റെ യുവജന സംഘടന ബജ്റംഗ് ദളിന്റെയും ഭാഗത്ത് നിന്നാണ്. AHP, BJP, സകാൽ ഹിന്ദു സമാജ്, ഹിന്ദു രക്ഷാദൾ, ശിവശക്തി അഹാഡ, ഹിന്ദു ജനജാഗൃതി സമിതി, ഹിന്ദു ജാഗരൺ മഞ്ച്, ഹിന്ദു യുവവാഹിനി, വിശ്വ ഹിന്ദു മഹാസംഘ തുടങ്ങിയ സംഘടനകൾ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണത്തെയും CSOHന്റെ ഇന്ത്യ ഹേറ്റ് ലാബ് പ്രോജക്റ്റിൽ വിശദമായി പറയുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, X, യൂട്യൂബ് എന്നിവയിലാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങളെ പ്രചരിപ്പിക്കാനുള്ള പ്രധാന മാർഗമായി ഉപയോഗിച്ചു വന്നിട്ടുള്ളത്. വിദ്വേഷ പ്രസംഗം എന്ത് എന്നതിൽ ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുള്ള ഒരു നിർവചനമുണ്ട്. ആ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് CSOH തങ്ങളുടെ കണക്കുകളെ പുറത്തുവിട്ടിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. അക്രമത്തിനുള്ള ആഹ്വാനം, സാമൂഹ്യമോ സാമ്പത്തികവുമായ ബഹിഷ്കരണ ആഹ്വാനം, ആരാധനാലയങ്ങൾ കയ്യേറാനോ നശിപ്പിക്കുന്നതിനോ ഉള്ള ആഹ്വാനങ്ങൾ, ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ, ക്രൂരമായ ഭാഷ, അഭയാർത്ഥികളെ ഉന്നം വയ്ക്കുന്ന പ്രസംഗങ്ങൾ ഇവയെല്ലാം ഹേറ്റ് സ്പീച്ചിന്റെ പരിധിയിൽ കണക്കാക്കപ്പെടുന്നു. ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ പ്രധാനമായി വരുന്നത് ജിഹാദ് ആരോപണങ്ങളാണ്. 656 വിദ്വേഷ പ്രസംഗങ്ങൾ ഇത്തരത്തിൽ വിവിധതരം ജിഹാദ് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ലവ് ജിഹാദ്, പോപ്പുലേഷൻ ജിഹാദ്, ലാൻഡ് ജിഹാദ്, വോട്ട് ജിഹാദ്, എഡ്യൂക്കേഷൻ ജിഹാദ് തുടങ്ങി പിന്നെയും നീളുന്ന നിരവധി വിഷയങ്ങളുമായിട്ടൊക്കെയാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തം ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ ജനാധിപത്യ മതേതര ഇന്ത്യയിലാണ് ഇത്തരത്തിലൊരു കണക്കുകൾക്കുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് അത്യന്തം നിരാശാജനകവും അപലപനീയവുമായ ഒരു കാര്യമാണ്. വൈവിധ്യത്തിന്റെ ഇന്ത്യ എന്ന അഭിമാനത്തിന് മുകളിലാണ് വിദ്വേഷത്തിന്റെ ഇന്ത്യ കടന്നു കയറുന്നതും ആധിപത്യം സ്ഥാപിക്കാനായി ആഞ്ഞു ശ്രമിക്കുന്നതും. കൂടുതൽ വിദ്വേഷ പ്രസംഗം നടത്തുന്നത് കൂടുതൽ അംഗീകരിക്കപ്പെടാനുള്ള മാനദണ്ഡമായി കണക്കുകൂട്ടി നേതാക്കന്മാർ മത്സരിക്കുന്ന കാഴ്ച ഇരുളടഞ്ഞ കാലത്തിലേക്കുള്ള വഴികളെയാവും തുറന്നിടുക. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം ക്രമസമാധാനം പാലിക്കാൻ നിയോഗിക്കപ്പെട്ടുള്ള അതീവ പ്രാധാന്യമുള്ള പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നമ്മൾ അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ് പ്രതീക്ഷിക്കുന്നതും. സംസ്ഥാന ഭരണത്തിന് ചുമതല കൈയാളുന്നവരാണ് മുഖ്യമന്ത്രിമാർ. പൗരന്മാർക്ക് സുരക്ഷ ഒരുക്കുന്ന ചുമതലപ്പെട്ട ആളുകൾ തന്നെ വിദ്വേഷ പ്രസംഗ പട്ടികയിൽ മുൻനിരയിൽ വരിക എന്നത് ജനാധിപത്യ ഇന്ത്യക്ക് ഒരു കാലത്തും ചേരുന്ന ഒരു കാര്യവുമല്ല. ഭരണം കൈയാളുന്നവരുടെ ഇത്തരം പ്രവർത്തികൾ ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു വിഭാഗം മനുഷ്യരെ കൂടുതൽ ആശങ്കകളിലേക്കും അരക്ഷിത ബോധത്തിലേക്കും എത്തിക്കുന്നതിൽ വലിയ പങ്കാണ് ഇത്തരത്തിലെല്ലാം വഹിക്കുന്നതും.